തുരുമ്പിച്ച ടാർ വീപ്പകൾ ഭീഷണിയാകുന്നു. കൊല്ലം ചിന്നക്കട പാർവതി ബില്ലിന് സമീപത്താണ് അപകടകരമായ രീതിയിൽ ടാർ വീപ്പകൾ ഇട്ടിരിക്കുന്നത്. പ്രധാന റോഡിന്റെ വശത്തിട്ടിരിക്കുന്ന വീപ്പകളാണ് അപകടത്തിന് കാരണമാകുന്നത്. ഈ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയം ഇങ്ങനെയുള്ള ഈ ദേവാലയത്തോടെ വരുന്ന ആളുകളൊക്കെ വളരെ അവർക്ക് വാഹനങ്ങൾ തിരിയുമ്പോൾ അത് അപകടത്തിന് സാധ്യത ഉണ്ടാകുന്നുണ്ട്. ചിന്നക്കട പാർവതി മില്ലിന് എതിർവശം തുയ്യം പള്ളിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടകരമായ വിധത്തിൽ ടാർ വീപ്പകൾ ഇട്ടിരിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിന്റെ അതിർത്തി തിരിക്കാനെന്ന രീതിയിലാണ് ഇവിടെ ബാരലുകളും പാറകളും പൈപ്പുകളും വെച്ചിരിക്കുന്നത്. ഇതുവഴി വരുന്ന കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരോ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഇതുമൂലം വളരെ കൂടുതലാണ്. ദിനംപ്രതി നൂറുകണക്കിന് വിശ്വാസികളും കാൽനടക്കാരും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ കടന്നു പോകുന്ന ഭാഗത്താണ് വീപ്പകൾ നിരത്തി വെച്ചിട്ടുള്ളത്. അവിടെ ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് കുറെ ടാർ വീപ്പ, പഴയ ടാർ വീപ്പയാണ് മറിച്ചിട്ടിരിക്കുന്നത്. കമ്പി പാരയൊക്കെ കൊണ്ടുപോയി അതിന് നിറച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു പരിഷ്കൃത രാജ്യത്തിന്റെ എന്തെങ്കിലും ലക്ഷണം കാണിക്കണ്ടേ? ഞാനിപ്പോ ഇവിടേക്ക് വരുന്നത്, ഞാൻ ആ പള്ളിമുക്ക് വഴിയാണ് വരുന്നത്. ആ പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്രയോ നേരം ഞാൻ ആ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കടന്നുപോയി. ഒരു പോലീസുകാരനില്ല അവിടെ. ഒരാൾ മതി. ഒരു പോലീസുകാരനുണ്ടെങ്കിൽ നമുക്ക് ആ ട്രാഫിക് നിയന്ത്രിക്കാൻ പറ്റുമോ? അവിടെ വീപ്പ മറിച്ചിട്ടിരിക്കുകയാന്നേ, വണ്ടികളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വീപ്പ മറിച്ച് റോഡിലിട്ടിരിക്കുന്നു. എവിടെങ്കിലും, അതും ഒരു പട്ടണമാണിത്, ഇതൊരു ഒരു സിറ്റിയാണ്, സിറ്റി. അപ്പൊ അവിടെ ചെയ്യുന്ന ട്രാഫിക് പരിഷ്കാരമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നും ആരും ചോദിക്കാത്ത എന്തൊരു കഷ്ടമാണിത്. ഇത് ചെയ്യാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതെല്ലാം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ഈ ജില്ലയ്ക്കും കോർപ്പറേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ അധികാരപ്പെട്ട ആളുകൾ അവരിത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്രയും മോശമായ തരത്തിൽ ഇതൊക്കെ നടന്നു വരുന്നത്. അപകടം ക്ഷണിച്ചു വരുന്ന ഈ പ്രവൃത്തി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.